കർത്താവിൻ്റെ പരിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇമ്മാനുവേൽ മിഷൻ TV പ്രോഗ്രാമിൽ പ്രേക്ഷകരായിരിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഹൃദയംഗമായ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പ്രഭാതത്തിൽ അല്പസമയത്തെ ചിന്തയ്ക്കായി സങ്കീർത്തന പുസ്തകങ്ങളിൽ നിന്നും 8-ാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഞാൻ വായിക്കുവാൻ കഴിയും. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിൽ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി, ശ്രേഷ്ഠനായിരിക്കുന്ന ക്രിസ്തു എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് അല്പമായി ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കപ്പെട്ടതായ വേദഭാഗത്ത് നിന്ന് മനസ്സിലാക്കുന്ന വിഷയം ദാവീദിനാൽ രചിക്കപ്പെട്ടതായ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ സൃഷ്ടിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതായ ഒരു സങ്കീർത്തനമാണ് നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ കഴിയും. എന്നുപോലെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മാഹാത്മ്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ, സൂര്യചന്ദ്രാദികൾ തുടങ്ങിയതായ നവഗ്രഹങ്ങളെക്കുറിച്ചുള്ളതായ ഒരു വിവരണം, അതുപോലെ തന്നെ ഭൂമിയിൽ പ്രപഞ്ചത്തിലുള്ളതായ സൃഷ്ടിയുടെ വിവരണം, അത് മാത്രവുമല്ല ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഓരോരോ സൃഷ്ടിയുടെയും മാഹാത്മ്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന വർണ്ണനയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ പ്രാരംഭ വാക്യത്തിൽ നമ്മൾ വായിച്ചു, ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിൽ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് അല്പമായി ചിന്തിപ്പാൻ നമ്മൾ തുടങ്ങുമ്പോൾ അതിനോട് ചേർന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാനാണെന്ന് പകൽക്കാലം പ്രഭാതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് അതിന് ആധാരമായിട്ട് ഉത്തമഗീതത്തിൽ നിന്നും അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുമ്പോൾ അവിടെ ജെറുസലേം പുത്രിമാര് ശൂനേംകാരത്തിയോട് ചോദിക്കുന്നതായ ഒരു ചോദ്യം ഇവിടെ കാണുന്നു. ആ ശൂനേംകാരത്തിയോട് ജെറുസലേം പുത്രിമാർ ചോദിക്കുന്നു, നിന്റെ പ്രിയൻ മറ്റുള്ള പ്രിയന്മാരെക്കാൾ എന്താണ് വിശേഷതയുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ശൂനേംകാരത്തി പറയുന്നു, എൻ്റെ പ്രിയൻ 10,000 ശ്രേഷ്ഠൻ, അവൻ വെണ്മയും ചുവപ്പുമുള്ളവൻ. പ്രിയമുള്ള ഈ ശൂനേം എന്ന് പറയുന്ന പട്ടണം എന്ന് പറയുന്നത് ജെറുസലേമിൽ നിന്നും 80 കിലോമീറ്റർ അകലെ ഒരു ഗ്രാമമാണ്. ആ എഫ്രയീം മലനാടിൽപ്പെട്ടതായ ഒരു ഗ്രാമമാണ് ഈ ശൂനേം എന്ന് പറയുന്നത്. ആ ശൂനേം എന്ന് പറയുന്ന പട്ടണത്തിൽ വസിച്ചിരുന്നതായ ഒരു സഹോദരിയായിരുന്നു ഈ ഇടയ ബാലികയായിരിക്കുന്ന ഈ കന്യക. അവൾ അങ്ങനെ ആയിരിക്കുന്ന സന്ദർഭത്തിൽ, അവൾ ആടുകളെ മേയിച്ചുകൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ, അത് യഹൂദ പാരമ്പര്യത്തിൽ പറയപ്പെടുന്ന സംഭവമാണ്. ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കുന്ന ശലോമൻ രാജാവും തൻ്റെ ഭൃത്യന്മാരുമായിട്ട് അവർ ഇങ്ങനെ പല്ലക്കിൽ കുതിരകൾക്ക് യാത്ര ചെയ്ത് ഇങ്ങനെ സന്തോഷമായി വരുമ്പോൾ ഈ സുന്ദരിയായിരിക്കുന്ന ബാലികയെ കാണുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ ആ ബാലികയിൽ ആകൃഷ്ടനായിരുന്ന ഈ ശലോമൻ രാജാവ് തന്നെ രാജകൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതായിട്ട് കാണാൻ കഴിയും. രാജകൊട്ടാരത്തിൽ വരുമ്പോൾ ഈ ബാലികയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു, അല്ലെങ്കിൽ ബാലികയ്ക്ക് ആ കൊട്ടാരത്തിനകത്തുള്ളതായ കോടിക്കണക്കിന് രൂപ വില മതിക്കുന്നതായ സുഖസൗകര്യങ്ങളോ അതിൻ്റെ പല്ലക്കോ അതുപോലെ തന്നെ കട്ടിൽ അതുപോലെ തുടങ്ങിയ എല്ലാ നവരത്നങ്ങളാൽ പണിയപ്പെട്ടിരിക്കുന്ന ഉപകരണങ്ങൾ ഇതൊന്നിലൊന്നും അവൾക്ക് ആകർഷ്ടയല്ലാതിരുന്നു, അല്ലെങ്കിൽ അതിൽ താല്പര്യമില്ലായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും ജെറുസലേം പുത്രിമാര് അവളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഇപ്രകാരം ഇതിന് ആകർഷയാകാതെ ശലോമൻ രാജാവിൻ്റെ അരികിൽ പോവുകയോ അല്ലെങ്കിൽ ഇതിന് ആഗ്രഹിക്കാത്തത് ചോദിക്കുമ്പോൾ അവൾ ഒരു കാര്യം പറയുന്നു, എൻ്റെ പ്രിയൻ 10,000 ശ്രേഷ്ഠൻ, അവൻ വെണ്മയും ചുവപ്പുമുള്ളവൻ എന്ന് പറയുവാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ ഇവിടുത്തെ സുഖസൗകര്യങ്ങളും ഇവിടത്തുള്ളതായ മോഹങ്ങളും ഈ ലോകത്തുള്ളതായ സകലതും മനുഷ്യനെ മാടി വിളിക്കുന്നതായ ഈ സുഖസൗകര്യങ്ങളിലൊന്നും വീഴാതെ വണ്ണം ഈ സഭയായിരിക്കുന്ന നാം ഒരിക്കലും അതിൽ നിന്ന് വീണുപോകാതെ ഇരിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ അതിന് വേറൊരു ചരിത്ര പശ്ചാത്തലം കൂടി ഉണ്ട്. ഈ ഇടയബാലൻ എന്ന് പറയപ്പെടുന്നതായ ഒരു കഥാപാത്രം അതിനകത്തുണ്ട്. ഒരിക്കൽ ഈ മകള് ഈ ബാലികയുടെ ഒരു വിഷയം ഇവിടെ പറയുന്നത്, ഇവൾ കുഞ്ഞു പ്രായത്തിൽ ഇവളെ തൻ്റെ മാതാവ് പ്രസവിച്ച് ഒരു നാരകത്തിൻ്റെ ചുവട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയി എന്ന് ചരിത്രം പറയുന്നുണ്ട്. ആ സന്ദർഭത്തില് നാരകത്തിൻ്റെ ചുവട്ടിൽ കിടന്നായ ആ കുഞ്ഞിൻ്റെ നിലവിളി അനേകർ അതുവഴി കടന്നുപോയെങ്കിലും ആ കുഞ്ഞിൻ്റെ നിലവിളി കേൾക്കുവാൻ ആർക്കും മനസ്സിലായിരുന്നു. എന്നാൽ അവിടെ ഒരു ഇടയച്ചെറുക്കൻ വന്നുവെന്നും ആ ഇടയച്ചെറുക്കൻ ഈ ബാലികയെ ചോരക്കുഞ്ഞിനെ എടുത്ത് ഈ ഇടയച്ചെറുക്കൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയും ഇടയച്ചെറുക്കൻ്റെ ഭവനത്തിൽ വേണ്ടതായ ശുശ്രൂഷകൾ ചെയ്തു. അപ്പോൾ തൻ്റെ മാതാവ് ഇപ്രകാരം പറഞ്ഞു എന്നാണ്, ഇവൾ വളർന്ന് വലുതാകുമ്പോൾ
നീ അവളെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ബാലികയും ഈ ബാലനുമായി ആടുകളെയൊക്കെ മേയിച്ച് ആ ദേശത്ത് കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് കടന്നു പോകുമ്പോഴാണ് നമ്മുടെ കഥാപാത്രമായിരിക്കുന്ന ജ്ഞാനിയായിരിക്കുന്ന ശലോം രാജാവിൻ്റെ ആഗമനം. പ്രിയമുള്ളവരെ, അത് കണ്ടപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത്. ഈ ബാലികയെ കൂട്ടി കൊട്ടാരത്തിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് താല്പര്യമില്ല, ഇഷ്ടമില്ല, എല്ലാ സുഖസൗകര്യങ്ങളും കാണിച്ചപ്പോഴത്തേക്കും ബാലികന് പറയുന്നു, എനിക്കൊരു ഒരു ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു ഇടയനുണ്ട്, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഇടയൻ, അത് മതി എന്ന് പറയാൻ ഇടയായിത്തീർന്നു. ഇതിൽ നാം ആത്മീയമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ മനുഷ്യൻ സുഖസൗകര്യങ്ങളും എല്ലാവിധമായി കാണിച്ചിരുന്നാലും ഒരു ദൈവപൈതലിന് ഈ ലോകത്തുള്ള സുഖസൗകര്യങ്ങളോ ഈ ലോകത്തുള്ള ആഡംബരങ്ങളോ ഇതിലൊന്നും മയങ്ങി വീഴാതെ വണ്ണം കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവപൈതലായിരിക്കണമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതിനോട് ചേർന്ന് തന്നെ ഒരു സംഭവം കൂടി, ഞാൻ ഒന്നിരുടെ സംഭവം കൂടി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ 24-ാം അധ്യായത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ഒരു 4 കഥാപാത്രങ്ങളെ നമുക്കവിടെ കാണുവാൻ കഴിയും. ഒന്ന് അബ്രഹാം, രണ്ടാമത് എലയാസർ, 3 റെബേക്ക, 4 ഇസ്ഹാക്ക്. 4 കഥാപാത്രങ്ങൾ നമ്മളെ കാണുവാൻ കഴിയും. അബ്രഹാം തൻ്റെ ഭവനത്തിലെ വേലക്കാരനായിരുന്നതായ എലയാസറിന് ഇപ്രകാരം പറയും, നീ എൻ്റെ മകന് ഒരു പെൺകുട്ടിയെ ഭാര്യയായി എടുക്കണം, അത് ഈ ദേശത്തിൽ നിന്ന് എടുക്കണ്ട, നീ കടന്നു ചെന്ന് എൻ്റെ സ്വന്തക്കാരുടെ അല്ലെങ്കിൽ മെസ്സപ്പൊത്തോമിയയിൽ ചെന്ന് അവിടെ ചെന്ന് എൻ്റെ മകന് ഒരു പെൺകുട്ടി എടുക്കണമെന്ന് പറയാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഈ സ്തോത്രം അബ്രഹാമിൻ്റെ ആ വാക്കുകൾ അനുസരിച്ചതായിരിക്കുന്ന എലിയാസർ, അബ്രഹാം സമ്പന്നനായിരുന്നു. തൻ്റെ സമ്പന്നതയിൽ നിന്നും ഒരു ഭാഗമെടുത്ത് അവൻ ഒട്ടകങ്ങളും വിശേഷ സുഗന്ധദ്രവ്യങ്ങൾ അതുപോലെ തന്നെ മറ്റേതായ കാര്യങ്ങളെല്ലാമായിട്ട് ആ ഭവനത്തിലേക്ക് കടന്നു പോവുകയാണ്. അവിടെ മെസൊപ്പൊത്താമിയയിൽ നാഹോറിൻ്റെ പട്ടണത്തിൽ ചെന്ന് മിൽക്കയുടെയും മെതുവേലിൻ്റെയും മകളായിരിക്കുന്ന റാഹേലിനെ കാണുവാനായിട്ട് അവിടെ കടന്നുപോയി. നമുക്ക് അവിടെ വായിക്കുമ്പോഴത്തേക്കും അതിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 16, 17, 18, 19 വേദഭാഗങ്ങൾ വായിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒട്ടകങ്ങളും ഇദ്ദേഹവുമായി ഒരു പരിവാരങ്ങളുമായി കടന്നു പോകുന്ന ഈ സന്ദർഭത്തിൽ ആദ്യമായി ഒരു പെൺകുട്ടിയോടെ കാണുന്നുണ്ട്. അവിടെ ആരാണെന്നോ എന്താണെന്നോ അറിയുന്നില്ല. പക്ഷേ കാര്യങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ഒട്ടകങ്ങൾക്ക് ആഹാരം കൊടുക്കണം, വെള്ളം കൊടുക്കണം എന്ന് പറയുമ്പോൾ അവൾ വളരെ ബന്ധപ്പെട്ട് ചെന്ന് ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളൊന്നുമില്ല, അന്നത്തെ കിണറുകൾ അവിടെ ആഴത്തിൽ അവിടെ ഇറങ്ങിച്ചെന്ന് കുടത്തിൽ വെള്ളവുമായി വന്ന് ഈ ഒട്ടകങ്ങൾക്കെല്ലാം ധാരാളം ഇഷ്ടംപോലെ കുടിക്കാൻ ദാഹം തീർക്കത്തക്ക നിലവാരത്തിൽ വെള്ളം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇതെന്ന് മനസ്സിലാക്കുന്ന ഒരു വിഷയം, പരിശുദ്ധാത്മാവ്, സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് ഒരു മനുഷ്യനെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ചെല്ലുമ്പോൾ ആഗ്രഹത്തോടുകൂടെ വചനങ്ങൾ കേൾക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അത് താല്പര്യത്തോടുകൂടെ വചനം കേൾക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി അവരുടെ സന്തോഷം കൊണ്ട്, കാരണം തൻ്റെ രോഗത്തിന് വിടുതൽ, ഭാവി പ്രത്യാശയെക്കുറിച്ചുള്ളതായ കേൾവിക്കുള്ള വചനങ്ങൾ, പല കാര്യങ്ങൾ കേട്ട് സന്തോഷഭരിതനായിരിക്കുന്ന മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും ദൈവത്തിന് സമർപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. നോക്കണം, യാതൊരു പ്രതികൂലങ്ങളില്ലാത്ത ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് അവിടെ ആ വെള്ളം കോരി ഒട്ടകങ്ങൾക്കെല്ലാം കൊടുക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഈ രാവിലെ സമയം പ്രിയമുള്ളവരെ, കർത്താവിലേക്ക് നമ്മളെ ആനയിക്കുമ്പോൾ നമുക്ക് ജീവൻ തന്ന, സൗഖ്യം തന്ന, ബലം തന്ന, ആരോഗ്യം തന്ന, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതായ നന്മകളും ആരോഗ്യവും സുഖവും തന്ന ദൈവത്തിന് എത്ര തന്നെ നന്ദി കരയേറ്റിയാലും അത് മതി വരികയില്ല എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നതായ അതിൻ്റെ സാരാംശം. നോക്കണം, നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ 24, 22 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന് പ്രത്യുപകാരമായി അനേക സമ്മാനങ്ങൾ റബേക്ക് കൊടുക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ദൈവനാമത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ തലമുറകൾക്കും വേണ്ടി കരുതുന്ന ദൈവം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലകളും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന് ദൈവം നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഭവനത്തിൽ നോക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, ഈ മെസ്സപ്പൊത്താമിയയിൽ അവർ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നു, അവിടെ ചെന്ന് വിഷയങ്ങളെല്ലാം അവതരിപ്പിക്കുന്നു, കാര്യങ്ങളെല്ലാം പറയുന്ന സന്ദർഭത്തിൽ നമ്മളവിടെ വായിക്കുന്നത് 24-55 മുതൽ 58 വരെയുള്ളതായ വേദഭാഗങ്ങൾ വായിക്കുന്ന സന്ദർഭത്തിൽ ആമേൻ സ്തോത്രം, ആ ഭവനത്തിലുള്ളതായ മക്കൾ പറയുന്നു, അല്ല ബാല
ഒരു 10 ദിവസം കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എലിയാസർ പറഞ്ഞില്ല, അങ്ങനെയല്ല, ദൈവം പറഞ്ഞു, എൻ്റെ യജമാനൻ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾക്ക് ഒരു മാറ്റം വന്നുകൂടാ, ഞാൻ സത്യം ചെയ്തിട്ടാണ് വന്നത് എന്ന് പറയാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഇതിന്ന് മനസ്സിലാക്കുന്ന ഒരു വിഷയം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും കർത്താവിന്റെ വചനം നമ്മളോട് പറയുവാൻ പറഞ്ഞു. നമ്മൾ പലരോട് സുവിശേഷം പറയുന്നു. ആ വചനങ്ങൾ കേട്ട് അവർ തയ്യാറായി വരുന്ന സന്ദർഭത്തിൽ പിന്നെ ശത്രു ഏതരത്തിലുള്ള തടസ്സങ്ങൾ ഇട്ടിരുന്നാലും തടസ്സങ്ങളെല്ലാം മാറ്റി കർത്താവിലേക്ക് വരുന്നതായ ഒരു വ്യക്തിയെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് പിന്നെയും തുടർമാനമായി അവരിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഇന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം. തുടർന്ന് നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ തുടർന്നുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം, ഒട്ടകങ്ങളും പരിവാരങ്ങളുമായി റിബേക്ക കടന്നു പോവുകയാണ്. 24-ാം അധ്യായത്തിന്റെ 65, 66, 67 ഭാഗങ്ങൾ വായിക്കുന്ന സന്ദർഭത്തിൽ തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന മണവാളൻ ബർഷേബ മരുഭൂമിയിൽ താൻ പ്രാർത്ഥനയ്ക്കായി വൈകുന്നേര സന്ദർഭത്തിൽ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നതായ തൻ്റെ പ്രിയനെ കണ്ടപ്പോൾ താൻ ഒട്ടകത്തിൽ നിന്ന് താഴെ ഇറങ്ങുവാൻ ഇടയായി തീർന്നു. താഴെ ഇറങ്ങി തൻ്റെ തലയിൽ ഒരു മൂടുപടം ഇട്ടിട്ട് ചോദിച്ചു, അതാരാണ്? അതാണ് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മണവാളൻ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. അങ്ങനെ ചെന്ന് അദ്ദേഹം വന്ന് ഈ റബേക്കയെ സ്വീകരിച്ച് അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാലം കഴിയും. അവിടെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അതിന്റെ അവസാനത്തെ വാക്യം വായിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഈ റബേക്കയെ ലഭിച്ചപ്പോൾ അവൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ അവളെ പരിഹരിച്ചു. മാത്രമല്ല, ദൈവം അവളുടെ ജീവിതത്തിൽ നന്മ പകർന്നപ്പോൾ അമ്മ മരിച്ചുപോയ ദുഃഖം മാറുവാൻ ഇടയായി തീർന്നു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 15, 16, 17 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. തന്റെ മക്കളെ സ്വീകരിക്കാൻ വരും. ഇവിടെ റബേക്ക സ്വീകരിക്കുവാൻ വേണ്ടി മരുഭൂമിയിൽ കടന്നു വന്ന് ഇസാക്ക് വീട് വിട്ടിറങ്ങി റബേക്ക സ്വീകരിക്കുവാൻ മരുഭൂമിയിൽ വന്നുവെങ്കിൽ നമ്മെ സ്വീകരിക്കുവാൻ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ ഇനി കർത്താവ് വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചിരിക്കുന്ന ഒരു ദൈവപൈതൽ, സ്തോത്രം, നാം വിശുദ്ധിയോടും വേർപാടും കൊണ്ട് ജീവിക്കുന്ന ആ ഒരു ദൈവപൈതൽ അവൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ സ്തോത്രം, കർത്താവിന്റെ വരവിൽ ഇവിടെ ആകാശമേഘങ്ങളെ വാഹനമാക്കി ലക്ഷക്കണക്കിന് ദൂതഗണങ്ങളുടെ അകമ്പടിയോടുകൂടെ സ്തോത്രം യേശു ആകാശമേഘങ്ങളെ വാഹനമാക്കി യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്ന് സഭയെ സ്വീകരിക്കാൻ വരുന്നു. എന്നാൽ ഇസാക്ക് അങ്ങനെയല്ല. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്റെ ഭാര്യയായി സ്വീകരിക്കാൻ പോകുന്ന റാഹേലിനെ സ്വീകരിക്കാൻ അവിടെ വരുമ്പോൾ ഇവിടെ അങ്ങനെയല്ല വരുന്നത്. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി മരിച്ച് മണ്ണോട് കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ അന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരെ സ്വീകരിപ്പാൻ ഹല്ലേലൂയ യേശു ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നു. നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ നിന്റെ പ്രിയൻ മറ്റുള്ള പ്രിയന്മാരെക്കാൾ എന്താണ് വിശേഷത ഉള്ളത്? എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, അവൻ 10,000 ശ്രേഷ്ഠൻ. 10,000 ശ്രേഷ്ഠനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഇന്ന് ഈ രാവിലെ സമയം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ഭാരങ്ങളും ഉണ്ടെങ്കിലും പ്രിയമുള്ളവരെ ഇതെല്ലാം മറന്നുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ വരവിൽ പ്രത്യാശയുള്ളവരായി തീരുവാനാണ് ഈ രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന പറഞ്ഞു തരുന്നത്. യേശു ശ്രേഷ്ഠനായ ദൈവമാണ്, സർവ്വവ്യാപി, സർവജ്ഞാനി, സർവശക്തൻ, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്നുള്ള പേരിന് അർഹനായിരിക്കുന്ന ഇമ്മാനുവേലായിരിക്കുന്ന യേശു എത്രയും വേഗം ആകാശമേഘങ്ങളെ വാഹനമാക്കി യേശു ഇതാ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആ യേശുവിനെ എതിരേൽക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഇടയായി തീരും. പ്രിയമുള്ളവരെ, ഞാൻ ഇതിന്റെ ചില വാക്കുകൾക്ക് വീണ്ടും വിരാമം ഇടുവാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം സ്തോത്രം, വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുന്ന സന്ദർഭത്തില് സ്തോത്രം അവിടെ അനേക വിഷയങ്ങൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകത്തില് 2-ാം അധ്യായത്തിന്റെ 10 മുതൽ 14 വാക്യങ്ങൾ വായിക്കുമ്പോഴും അതുപോലെ 21-ാം അധ്യായത്തെ വായിക്കുന്ന സന്ദർഭത്തിൽ 2-ന്റെ 10 മുതൽ 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം യോഹന്നാൻ എന്ന് പറയുന്ന അപ്പോസ്തലൻ, കർത്താവിന്റെ ശിഷ്യനായിരിക്കുന്ന യോഹന്നാൻ പത്മോസ് ദ്വീപില് സ്തോത്രം എല്ലാ പ്രതികൂലങ്ങളുടെ മധ്യത്തില് താൻ ആത്മീയവ്യവസ്ഥനായ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ മണവാളനായ ക്രിസ്തുവിനെ കാണുകയാണ്. അവൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച് കെട്ടിയവൻ, വെള്ളോട്ടിന് സദസ്സനായിരിക്കുന്ന കർത്താവിനെ കാണുമ്പോൾ നീ എഴുതുക എന്ന് പറഞ്ഞു. അങ്ങനെ താൻ എഴുതുവാൻ ഇടയായി തീർന്നു. അതിന്റെ സ്തോത്രം 21-ാം അധ്യായത്തിൽ വായിക്കുന്ന സന്ദർഭത്തില് സ്തോത്രം അവിടെ വായിക്കുന്നത് സ്തോത്രം
കർത്താവ് സഭയെ സ്വീകരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. കർത്താവ് സഭയെ സ്വീകരിക്കുന്നു. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആമേൻ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവര് നിങ്ങൾ കടന്നു വരും എന്നുള്ള ഭാഗങ്ങളിൽ അതിന് മുൻപിൽ കാണുന്നുണ്ട്. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. സഭ എങ്ങനെ സ്വീകരിക്കുന്നു? അവന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും. ദുഃഖമില്ല, മുറവിളിയില്ല, വേദനയില്ല, ഭാരമില്ല, കഷ്ടതയില്ലാത്ത, വേദനയില്ലാത്ത ഒരു രാജ്യം ആമേൻ നമുക്കവിടെ ഒരുക്കിയിരിക്കുന്നു. അതാണ് പ്രിയമുള്ളവർ, ഈ രാവിലെ സമയം ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ക്രിസ്തു ഏറ്റവും ശ്രേഷ്ഠനായ ദൈവമാണ്. ആ ദൈവം നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമാണ്. നിന്റെ വിഷയങ്ങൾക്ക് മറുപടി തരുന്ന ദൈവമാണ്. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലല്ല, പ്രത്യാശ ഉള്ളവരായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു ദൈവവേദനായി തീരുവാൻ ദൈവമായ കർത്താവ് ഈ പ്രവാഹത്തിൽ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഒരു പ്രത്യാശയുള്ള ഒരു ജീവിതമായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ വേദനകളെല്ലാം മറക്കാം, ഭാരങ്ങളെല്ലാം മറക്കാം. കർത്താവിന് വരുവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സഭയായി തീരുവാൻ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ എവിടെയെല്ലാം ഇരുന്ന് കേൾക്കുന്നുണ്ടോ, നിങ്ങൾ ആമേൻ പ്രത്യാശയുള്ളവരായി, പ്രതീക്ഷയുള്ളവരായി കർത്താവിന് വരുവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സഭയായി തീരുവാൻ ആമേൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് വേണ്ടി നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന സഭയായി തീരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ ദൈവമക്കളെ, ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നമ്മുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കും. ഇവിടെ കരഞ്ഞ് നീ ഭാരപ്പെടുന്നുണ്ടോ? നീ നിരാശയോടെ ആയിരിക്കുന്നുണ്ടോ? നിന്റെ നിരാശകളെ മാറ്റുവാൻ ദൈവത്തെ കൊണ്ട് കഴിയും. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആയതുകൊണ്ട് ആമേൻ കടുന്തൂക്കളുടെ മറവിലും പാറകളുടെ വിള്ളലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. ആമേൻ കഷ്ടതയുടെ മധ്യത്തിലാണ്, കടുന്തൂക്കളുടെ മറവിലാണ് പ്രാവ് ഇരിക്കുന്നത്. പ്രാവ് ദൈവസഭയെ കാണിക്കുന്നു. കടുതൂക്കം എന്ന് പറയുന്ന പ്രതികൂലങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നു. എന്നാൽ നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്. ഒരു പക്ഷേ നിന്റെ കുടുംബത്തിലുള്ളത് നിന്റെ ഭർത്താവ് കണ്ടില്ലായിരിക്കാം, നിന്റെ ഭാര്യ കണ്ടില്ലായിരിക്കാം, നിന്റെ മക്കൾ കാണുന്നില്ലായിരിക്കാം. പക്ഷേ നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ആമേൻ കണ്ണുതൂക്കളുടെ മറവിലും പാറയുടെ വിള്ളലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. ആമേൻ മുഖം കാണുവാനും സ്വരം കേൾക്കുവാൻ മറ്റുള്ളവർക്കാർക്ക് ഈ ലോകത്തിൽ കഴിഞ്ഞില്ല എങ്കിലും ഇന്ന് ഈ രാവിലെ സമയം നിന്റെ മുഖം കാണുവാൻ, നിന്റെ സ്വരം കേൾക്കുവാൻ, നിന്നെ പ്രത്യാശയോടുകൂടെ കർത്താവിന്റെ രാജ്യത്തിൽ എത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ഈ രാവിലെ ഈ പ്രഭാതത്തിൽ നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ, ആശ്ലേഷിപ്പിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹാരം തരുവാൻ പരിഹാരകനായിരിക്കുന്ന ക്രിസ്തു ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണെന്ന് ഞാൻ അസന്നിഗ്ധം പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹാരം തരുന്ന ദൈവമാണ്. ഇമ്മാനുവൽ മിഷൻ TV പ്രോഗ്രാമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആശ്വാസവും പ്രത്യാശ തരുമാറാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതീക്ഷയോടെ ആയിരിക്കാം, പ്രത്യാശയോടെ ആയിരിക്കാം. പ്രാവിനെ ഈ ലോകത്തിൽ ഒന്നും ഈ ലോകത്തിലുള്ള പ്രതീക്ഷകളൊന്നുമില്ല. സ്തോത്രം. പ്രാവ് എന്ന് പറയുന്നത് ഒരു ദൈവവേദന കാണിക്കുന്നു. 1 സങ്കീർത്തനം 1, 2, 3 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവിയുടെ വഴി നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രാവ് എന്ന് പറയുന്ന നല്ല സ്ഥലത്ത് ദൈവമക്കളോടൊപ്പം ആയിരിക്കണം. 2 സ്തോത്രം, ഹല്ലേലൂയ, അവൻ വചനമാകുന്ന ഭക്ഷണം കഴിക്കണം. 3 സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവവേദനായിരിക്കണം. പ്രാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രാവിന്റെ കണ്ണുകൾ എപ്പോൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണും. പിന്നെ പ്രാവിനെ കുറിച്ച് പിന്നെ ഒന്ന് പഠിക്കുമ്പോൾ ആ പ്രാവ് ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യാശയുടെ സ്തോത്രം ഒരു ശബ്ദം അത് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. അത് പറയുന്നത് ഇണയെ തേടുന്നു എന്നുള്ളതാണ്. പ്രാവായിരിക്കും ദൈവവേദനേ, നിന്റെ ജീവിതത്തിൽ പ്രത്യാശയും പ്രതീക്ഷയുമുള്ള വാക്കുകളായിരുന്നു ഈ സ്തോത്രം. സർവശ്രേഷ്ഠനായിരിക്കുന്ന സർവസ്വരൂപനായിരിക്കുന്ന സ്തോത്രം, ഹല്ലേലൂയ, ആ ക്രിസ്തുവിനെ കണ്ടെത്തി ക്രിസ്തുവിന്റെ മകളായി തീരുവാൻ ദൈവമായ കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മളെ സഹായിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തില് എല്ലാവരും സഹായിക്കട്ടെ. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ സമയത്തിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ പ്രേക്ഷകരായിരിക്കുന്ന, കേൾവിക്കാരായിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ തന്നെ ജീവിതത്തിൽ നിങ്ങൾ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഭാരമുണ്ടെങ്കിൽ പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശ നൽകുന്ന ആ ക്രിസ്തുവിന്റെ മുഖത്തെ കണ്ടുകൊണ്ട് മുൻപോട്ട് തങ്ങളുടെ ജീവൻ നയിക്കുവാൻ എന്റെ പ്രിയൻ 10,000 ശ്രേഷ്ഠൻ എന്നുള്ള സ്തോത്ര പ്രത്യാശയോടും പ്രഖ്യാപനത്തോടും കൂടെ വരുന്ന നാളുകളിൽ മുമ്പോട്ട് നീങ്ങുവാൻ എല്ലാവരും ഒരുപോലെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പൊന്നുകരങ്ങളിലേക്ക് താഴ്ത്തരുന്നു. പ്രാർത്ഥന യാചന സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിന് കൃപ പരിശുദ്ധമായ നല്ല പിതാവേ, ആമേൻ.